മുളക് പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി കൂടിയതും 2 സ്പൂണ്, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇതാണ് പുളിമുളക് കറി വയ്ക്കാനായിട്ട് എടുത്തത്. ഇത് 2 ചെറിയ കൊഴിയള മീനിന് വേണ്ടിയാണ് നമ്മൾ ഈ മുളക് പൊടി ഇങ്ങനെ വറുത്ത് ചെയ്തത്. ഇനി മിക്സിയിലിട്ടടിക്കാം. പുളി എടുക്കുന്നുണ്ട്. ഇത്ര പുളിയാണ്, 2 മീനേ ഉള്ളൂ. അപ്പോൾ അതിന് ശരിക്കും പുളിയുടെ ആവശ്യമില്ല. ഒരു തക്കാളി കൂടെ നമ്മൾ ചേർക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്ര പുളി. ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ചെറിയ ഉള്ളിയും. പിന്നെ ഈ പുളി ചേർക്കുക. പുളി എന്നിട്ട് ഈ മുളക് പൊടിയും അങ്ങിടുക. ഇട്ട് മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നല്ല അടിക്കുക. അരച്ച കൂട്ട് തണ്ട് പിന്നെ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് അരച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പുളി, ചെറിയ ഉള്ളി നല്ല വടി അരച്ച് വെള്ളവും ചേർത്ത് അടിച്ച് ഇതിൻ്റെ തിളയ്ക്കട്ടെ. അതിനിടയ്ക്ക് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന അതിനിടയ്ക്ക് 1 തക്കാളി 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിടണം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉപ്പ് പാകമാണെന്ന് നോക്കണം. അവരവരുടെ ഇഷ്ടത്തിന് പാകത്തിന് ഉപ്പിടണം. ഇതിൻ്റെ തിളച്ചിട്ടേ മീനിടുന്നുള്ളൂ. കുറച്ച് ഉലുവയും, വറുത്ത ഉലുവയും കുറച്ച് നല്ല മുളകും കൂടെ ഇടിക്കണം, തല്ലി ചേർക്കണം. തിളച്ച് വരുന്നു. നമുക്കിനി മീനിട്ട് കൊടുക്കാം. കൊഴിയള മീൻ കറി 2 എണ്ണം ഇട്ടുള്ളൂ. 2 എണ്ണം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് മതി, 2 എണ്ണം. എന്നിട്ട് തവി കൊണ്ടൊരു ഇളക്ക് കൊടുക്കണം. പിന്നെ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവയും കുരുമുളക് പൊടിയും കൂടെ ഉലുവ വറുത്തത് കുരുമുളകിലും കൂടെ പൊടിച്ച് വെച്ചത്. ഇനി ഇരുന്ന് ഒരുവിധം അങ്ങ് പറ്റി വരണം. അടച്ച് വെച്ച് വേവിക്കണം. നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പറ്റണം, നല്ല വെന്ത് പറ്റണം കേട്ടോ. ഇനി കുറുകി വരുമ്പോൾ നോക്കാം. അതിനിടയ്ക്ക് ഉപ്പും ഒക്കെ നോക്കിക്കോണം. എരി പോരാഞ്ഞോ ഒക്കെ നോക്കിക്കോണം. ഇതും മതി, എരിയുടെ ആവശ്യമുള്ളൂ. മുളക് പൊടി ഇച്ചിരി കൂടുതലും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മീൻ കറി ഇരിക്കുന്നുണ്ടോ? ഇതിലോട്ട് ഇച്ചിരി കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പറ്റി വന്നു. നല്ല പറ്റി കൊഴുകുന്നത്. തീരെ പറ്റിക്കുന്നവർക്ക് പറ്റിക്കാം. ആളങ്ങ് കൊള്ളവർക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ടാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനി വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. മതി. ഇനി അടച്ചിട്ടാൽ മതി. ഈ കറച്ചട്ടി ആയതുകൊണ്ടേ ഇരുന്നങ്ങ് പറ്റിക്കോളും. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.